Now I would like to request Mr. Don Thomas to come forward and present about the solar benefits and rebates what you can get from the state government or federal government, and what are the things we can do with installing solar panels on your roof. Thank you. ഓപ്പർച്യൂണിറ്റി തന്ന കേരള സംഘടനയോട് ആദ്യമായിട്ട് നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഫൈനാൻസ് തലത്തിലെ എല്ലാ മെമ്പേഴ്സിനോടും നന്ദി പറയുന്നു. എന്നെ ഇതിനായിട്ട് ഇൻവൈറ്റ് ചെയ്ത് കേരള സെൻറ്ററിൻ്റെ പ്രസിഡൻ്റ് ആയിരിക്കുന്ന മിസ്റ്റർ അലക്സ് എക്സ്പാനാണ്. അലക്സ് ചേട്ടനോടും നന്ദി പറയുന്നു. ഞാനൊരു സെമിനാറൊന്നും എടുക്കുന്നില്ല, അതിന് പകരം ഒരു Q&A സെഷനാണ്. നിങ്ങളിരിക്കുന്ന പലർക്കും എന്താണ് സോളാർ പാനൽ, ഇതിനൊക്കെ നല്ല ഐഡിയ ഉണ്ട്. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സോളാർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടും, എന്തൊക്കെ ഗവൺമെൻറ് റിബേറ്റ്സ് നമുക്ക് കിട്ടും എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോടൊക്കെ ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ പലർക്കും സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്തും വീട്ടിൽ ചെയ്തും പരിചയമുണ്ട്. നിങ്ങൾക്ക് ഈ എന്തുകൊണ്ടാണ് നിങ്ങൾ ആരെങ്കിലും സോളാർ പാനൽ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുന്നത്? അതിൻ്റെ റീസൺ അത് എന്താ? വാട്ട് ഇസ് ദ റീസൺ? ഇലക്ട്രിസിറ്റി. ഇപ്പം കഴിഞ്ഞ ഒരു 10 വർഷം നോക്കിക്കഴിഞ്ഞാൽ അന്ന് കൊടുത്തുകൊണ്ടിരുന്ന ഇലക്ട്രിസിറ്റി ബില്ലാണോ ഇപ്പോൾ കൊടുക്കുന്നത്? അല്ല, ഡെഫിനറ്റായിട്ട് ഇലക്ട്രിസിറ്റി ഇൻക്രീസ് ചെയ്തു. എന്തുകൊണ്ടാണ്? നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. എങ്ങനെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 10 വർഷം മുമ്പ് നമ്മൾ ഈ കാണുന്ന പോലെ ഇലക്ട്രിക് കാറുകളില്ലായിരുന്നു. അതേപോലെ ഇലക്ട്രിക് ഹീറ്റിംഗ്, ഇപ്പം ഹീറ്റ് പമ്പ് എന്നുണ്ട് വീടുകളിൽ ഇലക്ട്രിക് ഹീറ്റിങ്ങും. അപ്പം അങ്ങനെ ഇതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. അതേപോലെ തന്നെ നേരത്തെ ഇലക്ട്രിസിറ്റി കൂടുതൽ കോള്, ഗ്യാസ് ഒക്കെ കൂടിയായിരുന്നു. അങ്ങനെ ഇത് നമുക്ക് നാച്ചുറൽ നമുക്ക് അന്തരീക്ഷ മലിനീകരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ പയ്യെ ഗ്യാസ് പ്ലാന്റുകളൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്നപ്പോഴത്തേക്ക് ഡെഫിനറ്റായിട്ട് ഇലക്ട്രിസിറ്റിയുടെ ഡിമാൻഡ് ഇൻക്രീസ്. നേരത്തെ ഇപ്പം റിന്യൂവബിൾ എനർജിയിലോട്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ അതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. ആ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ വീടുകളിൽ ഇപ്പം ഇലക്ട്രിസിറ്റിയുടെ പ്രൈസ് ഇൻക്രീസ് ആകുന്നത്. അപ്പം ഇതിനകത്ത് ആരെങ്കിലും വീട്ടിൽ സോളാർ ചെയ്ത് നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. നിങ്ങളാരും വീട്ടിൽ ചെയ്തിട്ടില്ല? ഓക്കെ ഓക്കെ. ആർക്കെങ്കിലും ഇതിനോടൊരു ബെനിഫിറ്റ് കിട്ടുന്നവരുണ്ടോ? എന്തോ? അല്ല, ഇലക്ട്രിക് ബില്ല് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ? അത് കുറവാണോ? കുറവാണ്, കൊടുക്കുന്നില്ല. അതായത് ഇപ്പം ചോദിച്ചാൽ പറഞ്ഞ പോലെ നമ്മൾ കറക്റ്റ് രീതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രിക് ബില്ല് കൊടുക്കുന്നത് ഇതിനകത്ത് ഉള്ളത് തന്നെ കറക്റ്റായിട്ട് നമ്മുടെ ആ യൂസേജ് കാൽക്കുലേറ്റ് ചെയ്ത് സിസ്റ്റം അത് വെക്കണം. പിന്നെ അതേപോലെ തന്നെ പല ആൾക്കാരും പറയും സോളാർ ഫ്രീ ആണെന്ന് പറയും. സോളാർ ഫ്രീ അല്ല. കാരണം കഴിഞ്ഞാൽ നമ്മുടെ പല സെയിൽസുകാരും പറയുന്നത് ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സോളാർ വരെ നിങ്ങൾക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. സോളാർ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സോളാർ പാനൽ നിങ്ങളുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് നമുക്ക് ഗവൺമെൻറ്റാണ് സബ്സിഡി തരുന്നത്. അതായത് റിബേറ്റ്. അതായത് നമ്മൾ താമസിക്കുന്ന ഏതൊക്കെ സ്റ്റേറ്റിലാണ് ഡിപ്പെൻഡ്സ് അപ്പോൺ സ്റ്റേറ്റ്. ഇപ്പോൾ ന്യൂയോർക്കിലാണെങ്കിൽ ന്യൂയോർക്ക് കിട്ടുന്ന റിബേറ്റും ന്യൂജേഴ്സി കിട്ടുന്ന റിബേറ്റും പെൻസിൽവേനിയ കിട്ടുന്ന റിബേറ്റും ഡിഫറെൻ്റാണ്. പക്ഷേ എല്ലാ 50 സ്റ്റേറ്റിലും കിട്ടുന്ന ഒരു റിബേറ്റാണ് ഫെഡറൽ ഗവൺമെൻറ് ITC റിബേറ്റ്. അതായത് ടോട്ടൽ സിസ്റ്റത്തിൻ്റെ 30% റിബേറ്റ് ഫെഡറൽ ഗവൺമെൻറ് നമുക്ക് തരുന്നുണ്ട്. അതാണ് ഈ സോളാറിൻ്റെ ഏറ്റവും വലിയൊരു സേവിങ്സ് എന്ന് പറയുന്നത്. ആ 30% റിബേറ്റും അതേപോലെ ന്യൂയോർക്ക് സ്റ്റേറ്റിലാണെങ്കിൽ $5,000 ന്യൂയോർക്ക് സ്റ്റേറ്റ് റിബേറ്റ്. ഇത് കൂടാതെ നിങ്ങൾ ആരെങ്കിലും ന്യൂയോർക്ക് സിറ്റി താമസിക്കുന്നവർക്കാണെങ്കിൽ വേറൊരു 30% റിബേറ്റ് കൂടെ, പ്രോപ്പർട്ടി ടാക്സ് റിബേറ്റ് കൂടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓരോ ഏരിയൻസ് റിബേറ്റ് വേരി ചെയ്യും. അപ്പോൾ അതിനകത്ത് ഈ നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഫ്രീ ഓപ്ഷൻ, അതായത് ലീസിങ്, അതാണ് ഈ ഫ്രീ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ലീസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ കമ്പനിക്കാർ അവരുടെ സിസ്റ്റം നമ്മുടെ വീടിൻ്റെ മേളിൽ കൊണ്ട് വെക്കുവാണ്. അന്നേരം ആ റിബേറ്റ്, ഫെഡറൽ റിബേറ്റ് അവരെടുക്കുവാണ്. അതിൻ്റെ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം കാണുമ്പോൾ ഭയങ്കര ഗ്രീനറിയാണ്, ഞാൻ പൈസ ഒന്നും കൊടുക്കണ്ട, എൻ്റെ വീട്ടിൽ സോളാർ കിട്ടിയെന്ന് വരും. പക്ഷേ അതിനകത്ത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ് ലീൻ ഉണ്ട്.
നാളെ നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ വീട് വിൽക്കാൻ പോകുന്ന സമയത്താണ് ഈ ലീൻ മാറ്റാതെ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ ഫ്രീ ആണെന്നൊക്കെ പറയും, പക്ഷെ ആ സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ കോസ്റ്റ് വരുന്നില്ല. ചിലർ പറയും ഞാൻ ഒന്നും കൊടുക്കുന്നില്ലെന്ന് പറയും. എന്നോട് നമ്മുടെ മലയാളി കസ്റ്റമേഴ്സ് പറയുന്നതാണ്, ഞങ്ങൾ ഒന്നും കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ മാസം കൊടുക്കുന്നില്ലേ? ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സമയത്താണ് ഇതിന്റെ റിയൽ കോസ്റ്റ് എന്താണെന്ന് പലരും അറിയുന്നത്. ആക്ച്വലി $20,000 കാണത്തുള്ളൂ, അവർ ഓൾമോസ്റ്റ് $10,000 കൊടുത്തു. ഈ സമയം ക്ലോസ് ചെയ്യുന്നതിന് അവർ പറയും ഓക്കെ നിങ്ങളൊക്കെ ബാക്കി $30,000. ഇതിന്റെ അവരുടെ 25 വർഷത്തെ ലീസ് ആണെങ്കിൽ 25 വർഷം അവർക്ക് കിട്ടുന്ന എന്താണോ പേയ്മെന്റ് അത് നമ്മുടെ ഇത് മേടിച്ചിട്ടേ അവർ റിലീസ് ചെയ്തുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ ഈ ഫ്രീ എന്ന ഇതിനോട് പോകാതെ ബേസിക്കലി ഞാൻ പറയുകയാണെങ്കിൽ സോളാർ ചെയ്യുന്നതോടെ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഇത്രേ ഉള്ളൂ. ഒന്ന്, നിങ്ങളുടെ വീട്ടിലെ ഇലക്ട്രിക് ബില്ല് കുറയ്ക്കാം. ഇപ്പം നമുക്ക് 100% സോളാർ വെച്ച് കുറയ്ക്കാൻ പറ്റിയെങ്കിൽ നിങ്ങളുടെ ബേസിക് സർവീസ് ചാർജ് മാത്രം കൊടുത്താൽ മതി. അതേപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗവൺമെന്റ് റിട്ടയർ, അതായത് നമ്മളെ പലരും റിട്ടയർ ചെയ്തെങ്കിൽ പോലും ഇപ്പോഴും ടാക്സ് ഗവൺമെന്റിന് ഇൻകം കൊടുക്കുന്നുണ്ട്. ഇപ്പം സോളാർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ 30% റിപ്പയർ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അതായത് നമ്മൾ ബൈ അല്ല, അതായത് ക്യാഷ് കൊടുത്തില്ലെങ്കിൽ ഫൈനാൻസിൽ കൂടെ മേടിച്ച് കഴിഞ്ഞാൽ ലീസ് ചെയ്താൽ കിട്ടത്തില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. ഈ 3 കാര്യമുള്ളൂ സോളാർ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിനകത്ത് പിന്നെ നമുക്ക് ലാസ്റ്റ് എല്ലാവരും പറയുന്ന കാര്യമാണ് നമ്മുടെ നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാം. പക്ഷെ പല ആൾക്കാരും പൈസയുടെ കാര്യം തിങ്ക് ചെയ്യുള്ളൂ. ഇതിനകത്ത് ഈ 2032 വരെയായിരുന്നു ഫെഡറലിൻ്റെ ടാക്സ് റിബേറ്റ് ഉണ്ടായിരുന്നു 30%. ഇപ്പം ട്രംപ് പുതിയ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് വന്നപ്പോഴത്തേക്ക് ആ ടാക്സ് റിബേറ്റ് തിരിച്ചെടുക്കുവാണ്. അതായത് 2025 ഡിസംബർ 31 മുമ്പ് സിസ്റ്റം ഇൻസ്റ്റോൾ ചെയ്താൽ മാത്രമേ ആ 30% ടാക്സ് റിബേറ്റ് കിട്ടത്തുള്ളൂ. ആ 30% ടാക്സ് റിബേറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്കിതിനകത്ത് സേവിങ്സ് കാണാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇതിൻ്റെ എന്തെങ്കിലും കോസ്റ്റ് വേരിയേഷൻ വരണം. അപ്പം അതുകൊണ്ട് ഞാൻ പറയാം, ഇപ്പം ഡിസംബർ 31 ആണെങ്കിൽ പോലും സിസ്റ്റം ഇൻസ്റ്റോൾ ചെയ്യാൻ മിനിമം 3 to 4 months എടുക്കും. സോ ആ ഒരു ടൈം ഫ്രെയിം ഉള്ളതുകൊണ്ട് മാക്സിമം ബൈ സെപ്റ്റംബർ 15 അല്ലെങ്കിൽ സെപ്റ്റംബർ 30 വരെ ഉള്ളൂ ഈ വർഷത്തെ கொஞ்சம் ഇൻസ്റ്റോളേഴ്സിനൊക്കെ ഫിനിഷ് ചെയ്യണം ജോബ്. ആരെങ്കിലും സോളാർ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ASAP അതിന് മുമ്പോട്ട് ഇപ്പോൾ ARB ഇപ്പോൾ എൻ്റെ അടുത്ത് വരണമെന്നില്ല, ARB ആരുടെ അടുത്ത് പോയി ചെയ്യാനും, അതായത് നേരത്തെ ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ടാക്സ് റിബേറ്റ് കിട്ടത്തുള്ളൂ. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഇവിടെ? I called and asked somebody to do it. Okay. They asked me $35,000 cash Okay. to give to them. So I said I don't want it. Okay. അതായത് I said I don't want leasing. Okay. I want to have my own. That's why. So I know the rules. So I asked them how much is $35,000. how much you paying your electric bill right now? $260. Okay. That's recently because now I got Tesla. It's small money. Before that, I was only paying $130. Okay. Again, I want to see what's the size of the system, because the system's price can vary. Oh, I don't know anything. Yeah, no, vary means some ഇപ്പം ചേട്ടൻ പറയുന്നു $200, ഒരാൾ $150. അപ്പോൾ ഇതിനകത്തെല്ലാം നമുക്ക് നമ്മുടെ ഇലക്ട്രിക് ബില്ലിനകത്തുണ്ട് ഒരു വർഷത്തെ യൂസേജ് ഉണ്ട്. ആ ഒരു യൂസേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഒരു വർഷം നമ്മൾ എത്ര kWh നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത്. ആ kWh നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാനുള്ള പ്ലാന്റ് വെക്കാൻ പറ്റുമോ? അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ സിസ്റ്റത്തിന് കോസ്റ്റിന് വരുന്നത്. ഡെഫിനറ്റായിട്ട് നോക്കാം, പക്ഷേ ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 35,000 ആണെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓൾമോസ്റ്റ് $12,000 സംതിങ് ഫെഡറൽ റിബേറ്റ് കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ $5,000 സ്റ്റേറ്റിൻ്റെ കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഓൾമോസ്റ്റ് ലൈക്ക് $16,000-17,000 റിബേറ്റ് അടുത്ത് കിട്ടും. ബാക്കിയുള്ളതാണ് പേ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ പറഞ്ഞത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ഐ ക്യാൻ ഹെൽപ്പ് യു. എനി അതർ ക്വസ്റ്റ്യൻ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. When you sell the property, the lease agreement can be transferred to the അവിടെ ലീസ് എക്യുപ്മെന്റ് പുതിയ ഓണർക്ക് ട്രാൻസ്ഫർ ആണ്. അതിനകത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഈ
പ്രൈസ് മന്ത്ലി പേയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാവുന്നുണ്ടോ ചെറിയ ഡൗട്ടുണ്ട്. 100% ഷുവറില്ല. അതായത് ഓക്കെ ആയിക്കോട്ടെ. ഇപ്പം പിന്നെ രണ്ടാമത് ഈ പറയുന്ന പോലെ ആൾക്കാർക്ക് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ലീസിൻ്റെ എല്ലാ വർഷവും 2.9% വെച്ച് ഇൻക്രീസ് ആകുന്നുണ്ട്. ഫിക്സഡ് ലീസും ഉണ്ട്, ഇൻക്രിമെൻ്റൽ ലീസുമാണ്. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ അറിയാൻ എടുക്കുന്നത് ഇൻക്രിമെൻ്റൽ ലീസ്. പക്ഷേ അങ്ങനെ ആകുമ്പോൾ ഈ വിൽക്കുന്ന ആൾക്കാർക്ക് ആദ്യം പ്രൈസ് കുറച്ച് കാണിച്ചാൽ മതി. ഇവഞ്ച്വലി അത് ഇൻക്രീസ് ആണ്. ഓരോ വർഷവും 2.9% ഇൻക്രീസ് ചെയ്യുന്നതാണ് സിപ്പിക്കാൻ പോകുന്നത്. ഇനി ഏതാ ക്വസ്റ്റ്യൻ? ഞാൻ റെക്കമെൻഡ് ഇപ്പം എൻ്റെ വീട്ടിൽ വെക്കുവാണെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ ക്യാഷ്, അത് സിമ്പിളായിട്ട് പറയാം. നിങ്ങളിപ്പം വീട്ടിൽ സോളാർ വെക്കുമ്പോഴത്തേക്ക് ഇപ്പം നമ്മുടെ ബാങ്കിൽ അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ടിൽ ഒരു പൈസ കിടക്കുക. എൻ്റെ സേവിങ്സ് അക്കൗണ്ട് $20,000 ഉണ്ടെന്ന് വെച്ചു. എനിക്ക് ഒരു വർഷം കിട്ടുന്ന ചെറിയ ഇൻട്രസ്റ്റ് ഉള്ളൂ. ഈ സെയിം സാധനം ഞാൻ ഫൈനാൻസ് കൊടുത്ത് മേടിച്ചാൽ ഇപ്പോഴത്തെ ഫൈനാൻസ് ഇൻഡസ്ട്രിയിലേക്ക് 6ഉം 7ഉമാണ്. അപ്പം ഞാൻ കൂടുതൽ പൈസ കൊടുക്കണം. അതായത് എൻ്റെ പൈസ ബാങ്കിൽ ഇട്ടിട്ട് ആ ബാങ്കുകാർക്ക് ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞു കയ്യിൽ പൈസ ഉള്ളവർക്ക് എപ്പോഴും പൈസ കൊടുത്ത് മേടിക്കണം നല്ലത്. അപ്പോൾ ബാങ്കിൽ കിടക്കുന്ന പൈസ ഉള്ളവർക്ക്, അല്ലാത്തവർക്ക് ഫൈനാൻസ് ചെയ്ത് മേടിക്കണം നല്ലത്. ലീസ് എന്ന് പറയുന്ന ഒരൊറ്റ കാര്യമുള്ളതിന് ഈ നമ്മൾ ടാക്സ് കൊടുക്കാത്ത ആൾക്കാർ, അതായത് നമ്മളിപ്പം സോഷ്യൽ സെക്യൂരിറ്റി മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ, ഞാൻ ഇനഫ് ഗവൺമെൻറ് ടാക്സ് കൊടുത്തത്, അങ്ങനെയുള്ളവർക്ക് ലീസ് ഓക്കെ. പക്ഷേ വേറെ ഒന്നുമല്ല, ഞാൻ എല്ലാവരും ചിന്തിക്കുന്നത് ഞാൻ സോളാർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 30% റിബേറ്റ് കിട്ടും, അല്ലെങ്കിൽ $5,000 കിട്ടുമെന്നാണ്. ദാറ്റ് അബ്സല്യൂട്ട്ലി റോങ്. ഞാൻ കൊടുക്കുന്ന ടാക്സിൽ നിന്ന് അടുത്ത് ഗവൺമെൻറ്റിലേക്ക് ഇങ്ങോട്ട് തരുന്നത്, ഞാൻ എൻ്റെ WT നിന്ന് അല്ലെ എൻ്റെ ഇൻകത്തിൽ നിന്ന് കൊടുക്കുന്നത് അവരെ അടുത്ത് ഇങ്ങോട്ട് തരുന്നത്. ക്ലിയർ? ക്വസ്റ്റ്യൻ ക്ലിയർ? ബേസിക്കലി ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷ് ബെസ്റ്റ്, സെക്കൻഡ് ഓപ്ഷൻ ഫൈനാൻസിങ്, തേർഡ് ഓപ്ഷൻ ലീസ്. ഈ സോളാറിന് 30% റിബേറ്റ് ഉണ്ടെന്ന് പറഞ്ഞേ, നിങ്ങളുടെ ആരുടെയെങ്കിലും റൂഫൊക്കെ പഴയതാണെങ്കിൽ ഈ റൂഫും സോളാറും കൂടെ കമ്പൈൻ ചെയ്താൽ റൂഫിനും 30% കിട്ടും. അത് ബൈ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ, ലീസ് ആണെങ്കിൽ കിട്ടത്തില്ല. ഓക്കെ, താങ്ക് യു ഡോൺ. ഡോൺ പറഞ്ഞു കേട്ടല്ലോ, സോളാർ പാനൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഉടനെ ചെയ്യുക. ട്രംപെന്നെ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഈ വർഷം തന്നെ ക്രെഡിറ്റിൽ എടുത്ത് കളയും, ചിലപ്പോൾ ഉള്ളി അടുത്ത വർഷം കൂട്ടായിരിക്കും. പക്ഷേ വേണ്ടവർ ഉടനെ ചെയ്യുക. അപ്പം താങ്ക് യു ഫോർ ഡൂയിങ്. വിനോദിനും ഡോണിനും പ്രത്യേകം നന്ദി പറയുന്നു. ഇതോടെ നമ്മുടെ പ്രോഗ്രാം ഇന്ന് അവസാനിക്കുകയാണ്. അപ്പം വിനോദ് പറഞ്ഞതുപോലെ എല്ലാവരും കേരള സെൻറ്ററിനെ വിളിക്കുക. ഇവിടെ ബില്ല് എഴുതുന്നതിനും ട്രസ്റ്റ് എഴുതുന്നതിനും സോളാർ പാനൽ വെക്കുന്നവർക്കുമൊക്കെ കേരള സെൻറ്ററിനെ വിളിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വിനോദ് ഓൾറെഡി 10% ഓഫർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്.